പ്രിയമുള്ളവരെ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ക്ഷേത്ര ദർശനമാണ്. പത്തനംതിട്ട ജില്ലയിലെ എലന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാഗണപതി ക്ഷേത്രം, അവിടേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഗണപതി ശിവന്റെയും പാർവതിയുടെയും പുത്രൻ. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ജനപ്രിയ ദേവന്മാരിൽ ഒരാളാണ്. പുരാതന കാലം മുതൽക്കേ കേരളത്തിൽ ഗണപതി പൂജ പ്രചാരത്തിലുണ്ടായിരുന്നു. എല്ലാ ക്ഷേത്ര പരിപാടികളിലും മറ്റും നല്ല പരിപാടികളും ഗണപതി ഹോമത്തോടെയാണല്ലോ തുടങ്ങുന്നത്. സാധാരണ നമ്മൾ എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുന്നത് നാളികേരം ഉടച്ചാണ്, അല്ലേ? ഗണേശൻ അറിവിന്റെ ദൈവമാണ്. ഏത് ചടങ്ങിന്റെയും ആരംഭത്തിൽ വിളിക്കപ്പെടുന്നു. തന്റെ ഭക്തരെ ഏത് തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദൈവമാണ് അവൻ. അതിനാൽ വിഘ്നേശ്വരൻ എന്ന പേര് ലഭിച്ചു. അദ്ദേഹത്തെ പരമോന്നത നേതാവ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണപതിക്ക് 2 ഇണകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു, ബുദ്ധി, സിദ്ധി. അങ്ങനെ അവൻ അറിവിന്റെയും നേട്ടങ്ങളുടെയും അധിപനാണ്. ഏകദന്തൻ എന്ന നിലയിൽ ഭഗവാന് അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. ഹേരാംബ എന്ന നിലയിൽ അവൻ തടസ്സങ്ങൾ നീക്കുന്നു. ലംബോദരനായി അവൻ എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കുന്നു. ശൂർപ്പ കർണൻ എന്ന നിലയിൽ അവൻ അത്യുന്നതമായ അറിവ് നൽകി കരുണ കാണിക്കുന്നു. എല്ലാവരുടെയും നാഥനായ വിനായകനാണ് ഈ പേരുകളെല്ലാം. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന ക്ഷേത്രമാണ് ഇലന്തൂർ മഹാഗണപതി ക്ഷേത്രം. ഒരു വൈകുന്നേരം ഞാനും മക്കളും കൂടി ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തി. ഇടയ്ക്ക് ചേട്ടനും ഞാനും ശ്രീകുട്ടനും കൂടിയാണ് വരാറ്. ദേവുനെ അങ്ങനെ ഇവിടെ കൊണ്ടുവരാറില്ല. അപ്പോൾ എക്സാം ഒക്കെ തുടങ്ങിയല്ലേ, അങ്ങനെ ഞാൻ ദേവുനെയും കൂട്ടി കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് വന്നത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറേ അധികം ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ദൂരമൊന്നും ഞാൻ കണക്കാക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഓടി എത്താറുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട്. ഇത് ഇലന്തൂറാണ് കേട്ടോ. നല്ല കുറേയധികം മീനുകളുണ്ട്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വഴിയൊക്കെ വരുന്നവർക്ക് അറിയാം ഇതിൽ നിന്നും മീനെ പിടിക്കാറില്ല എന്നാണ് അറിവ്. എനിക്കങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, നമ്മളിവിടെ താമസിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, ന്യൂസ് 18 ഒരു വാർത്ത ഉണ്ടായിരുന്നു ഈ കുളത്തിനെ പറ്റി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിച്ചത്. ഇതുവഴി കടന്നു പോകുമ്പോഴും ഇതിനകത്ത് മീനുണ്ടോന്നോ വലിയ കുളമാണെന്നോ അങ്ങനെയുള്ളതൊന്നും അറിയത്തില്ല. ചേട്ടൻ്റെ കൂടെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇതുവഴി പാസ് ചെയ്ത് പോകും. ഞാൻ ഒറ്റയ്ക്ക് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഈ മീനെയും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇറങ്ങി നിന്ന് നോക്കുന്നത്. അങ്ങനെ ഞാനും ദേവും ശ്രീകുട്ടനൂടെ കുറേ അധികം സമയം മാറി നിന്നേ. കുളത്തിന് പടികളൊക്കെ ഉണ്ട്, ഓപ്പണായിട്ടുള്ള പടികളാണ്, അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. കുറേ അധികം മീനുണ്ട്, നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട്. ദേ കണ്ടില്ലേ, റെഡ് കളർ മീൻ, അങ്ങനെയുള്ള കുറേ അധികം മീനുകളുണ്ട്. നല്ല വലിപ്പമുണ്ട്. ഈ മീനെ ഒന്നും പിടിക്കാറില്ല, അവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുമെന്ന് ആണ് അറിവ്. എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇതുവഴിയൊക്കെ പോകുന്നവർ ഇറങ്ങി ഈ മീനെയൊക്കെ ഒന്ന് കാണുക. ആദ്യം ഈ കുളമാണ്. ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടിയാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എവിടെ പോയാലും ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുവാണെങ്കിൽ പെട്ടെന്ന് ക്യാമറ എടുത്ത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കും കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. നേരെ അമ്പലത്തിലോട്ടങ്ങ് പോകാനായിരുന്നു. ശ്രീകുട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ വീണ്ടും യാത്ര തുടർന്നു. അധികം ദൂരമില്ല ഇനി. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് വീണ്ടും പുറപ്പെട്ടു. റോഡിൽ തന്നെയാണ്, റോഡിന് നടുക്കെന്ന് പറയാം, ഇങ്ങനൊരു പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ശ്രീകോവിൽ രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്രീ രാജീവ് അഞ്ചലാണ്. വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് വലിപ്പവും വിസ്തൃതമായിട്ടുള്ള ക്ഷേത്രമൊന്നുമല്ല. ക്ഷേത്രമുറ്റം തന്നെ കുറച്ചേ ഉള്ളൂ. നമ്മൾക്ക് ചെന്നാൽ ഒരു നല്ല ഒരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഞാൻ മിക്ക ദിവസവും പോകുമ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇത് വൃശ്ചിക മാസം ആയതുകൊണ്ട് ചിറപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ വഴിപാടായിട്ട് ചിറപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങൾ പോയപ്പോഴും ഒരു ആരുടെയോ, എനിക്ക് കൃത്യമായിട്ടല്ല, ആരുടെയോ വകയാണ് അന്നത്തെ വിളക്കും കാര്യങ്ങളും ഒക്കെ കേട്ടോ, വഴിപാടായിട്ട് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റോഡിൻ്റെ സൈഡിലോട്ട് വണ്ടി ഒതുക്കി വെക്കാൻ പോയതാണ്. ഇതേ കണ്ടില്ലേ, റോഡിൽ തന്നെയാണ് ക്ഷേത്രം. വരുന്നവർക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാം കേട്ടോ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. മഹാഗണപതി ക്ഷേത്രമാണ്. ഗണപതിക്ക് വേണ്ടുന്ന വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ട് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. പെട്ടെന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം.
ഒരുപാട് നമ്മൾ അങ്ങത്തെ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇലന്തൂർ ജംഗ്ഷനിൽ വന്നാൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിലെ എലന്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. മഹാഗണപതി ക്ഷേത്രം സാംസ്കാരികമായി പുരാതന കാലഘട്ടത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ഇതൊരു നാഗത്തറയായിരുന്നു. ഇവിടെ നാഗദേവതയ്ക്കൊപ്പം മഹാഗണപതിയെ ആരാധിച്ചിരുന്നു. പിന്നീട് ഇത് നവീകരിച്ച് ശ്രീ മഹാഗണപതിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. ശ്രീകോവിലിനുള്ളിൽ മഹാഗണപതിയുടെ വിഗ്രഹം ഗജസുനു, വക്രതുണ്ട എന്നിങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു. അതിനു മുകളിൽ സ്വർണ്ണ താഴികക്കുടവും 4 ചക്രവാളങ്ങളിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു ഹുഡ് സ്വർണ്ണനാഗങ്ങളും അഥവാ സർപ്പം കൊണ്ട് നവീകരിച്ചിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ ദ്വാരപാലകരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ നമസ്കാര മണ്ഡപം, ക്ഷേത്ര ഭണ്ഡാരത്തോടുകൂടിയ അലങ്കാര ഗോപുരം, ചുറ്റുവിളക്കോടുകൂടിയ ചുറ്റുമതിൽ, തിടപ്പള്ളി, ക്ഷേത്രമുറ്റം എന്നിവയും ഉൾപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്നത് ദേവുവാണ്. അപ്പോൾ പോരായികകൾ വലുതായിട്ടില്ല, എങ്കിലും സന്ധ്യസമയമായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ട്. നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിച്ചതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.